ഹലോ, പീക്കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ കവറിൽ നിന്നും പുറത്തേക്ക് എടുത്തത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അത് വേറൊന്നല്ല, ലോട്ടസിൻ്റെ സീഡാണ്. 1 വർഷം മുമ്പാണ് കേട്ടോ ഞാൻ ഈ ലോട്ടസിൻ്റെ സീഡ് കളക്ട് ചെയ്തത്. കൃത്യമായിട്ട് ഡേറ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഈ സീഡ് മേടിച്ചിരിക്കുന്നത് 2023 ജൂലൈ 27-ാം തീയതിയാണ് കേട്ടോ. ഇന്നേക്ക് ഈ സീഡ് ഞാൻ കളക്ട് ചെയ്തിട്ട് 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ലോട്ടസിൻ്റെ സീഡ് എങ്ങനെയെല്ലാമാണ് വളർത്തിയെടുക്കേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അതിനുശേഷം ആ സീഡ് വെച്ചിട്ടുണ്ടായിരുന്ന പ്ലാന്റ് ഇപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ്. വീഡിയോ കാണുന്നതിന് മുമ്പായി നിങ്ങളെൻ്റെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. സീഡിൻ്റെ ഒരു സൈഡ് കുഴിഞ്ഞിട്ടും ഒരു സൈഡ് ഇത്തിരി ഉയർന്നിട്ടുമാണ് നിൽക്കുന്നുണ്ടാവുക. അതിൽ കുഴിഞ്ഞ് നിൽക്കുന്ന ഭാഗമാണ് നമ്മൾ ഉരയ്ക്കേണ്ടത്. ഞാൻ ഈ ഉരയ്ക്കുന്നത് പോലെ നിലത്തിട്ട് ഉരച്ചിട്ടൊന്നും അതിനൊരു മാറ്റവും ഉണ്ടാവില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ലോട്ടസിൻ്റെ സീഡ് നല്ല ഹാർഡാണ്. കുഴിഞ്ഞ ഭാഗം ഒരു പേപ്പറിൽ വെച്ച് ഉരച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊരു വൈറ്റ് കളർ കാണും. അതുവരെയാണ് നമ്മൾ ഉരയ്ക്കേണ്ടത്. സീഡ് ഉരച്ചെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു സീഡ് തന്നെ കുറേ നേരം ഉരച്ചാലാണ് നമുക്കതിൻ്റെ വൈറ്റ് നിറം പുറത്ത് കാണുള്ളൂ. അതിൻ്റെ വൈറ്റ് നിറം കണ്ടു തുടങ്ങുമ്പോഴേക്കും നമ്മൾ ഉര നിർത്താൻ പാടില്ല കേട്ടോ. നല്ല ക്ലിയർ ആയിട്ട് വൈറ്റ് നിറത്തിൻ്റെ സെൻറ്ററിൽ ഒരു ബ്ലാക്ക് കളർ ആവുന്നത് വരെ നമ്മൾ ഉരച്ചുകൊണ്ടിരിക്കണം. കാണുന്നില്ലേ? എല്ലാതും നല്ലപോലെ വൈറ്റ് നിറം പുറത്ത് കാണുന്നത് വരെ വേണം നമ്മൾ ഉരച്ചെടുക്കാനായിട്ട്. ഇനി അത് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളം നിറച്ചിട്ട് അതിലേക്ക് ഇട്ട് വയ്ക്കുകയാണ്. ലോട്ടസിൻ്റെ സീഡ് നല്ലപോലെ കുതിർന്ന് കിട്ടേ ഉള്ളൂ ഈ ഒരു ദിവസം കൊണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഇട്ടിരിക്കുന്ന നിറം ആവില്ല നാളേക്ക് വെള്ളത്തിനുണ്ടാവുക. ചെറുതായിട്ട് പതിയൊക്കെ പൊന്തി ഒരു നല്ലപോലെ കലങ്ങിയിട്ടുണ്ടാവും. ഒരല്പം വെളിച്ചം കിട്ടുന്ന ഭാഗത്തേക്ക് വേണം നമ്മൾ ഈ സീഡ് വെള്ളത്തിലിട്ടിട്ട് നീക്കി വയ്ക്കാനായിട്ട്. ഇനി രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. നല്ലപോലെ കലങ്ങിയിട്ടുണ്ട്, പതിയൊക്കെ കണ്ടില്ലേ. ഇനി നമ്മൾ ഈ വെള്ളം മാറ്റി കളയണം. വെള്ളം ഡെയിലി മാറ്റിയില്ലെങ്കിൽ ഈ സീഡുമ്മയൊക്കെ ഒരു വഴുവഴുപ്പ് പോലെ വന്നിട്ട് അതങ്ങനെ ചീഞ്ഞു പോകാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് കളയണം. അതിനുശേഷം ഞാനത് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ ആ സീഡിൽ നിന്ന് വരുന്ന ഗ്രോത്ത് അതിൻ്റെ ലീഫാണ് വരിക. അത് നല്ല നീളത്തിലായിരിക്കും വരിക. അത് ഈ ബൗളിൽ കെടുക്കാനുള്ള വലുപ്പം അതിനില്ലാത്തത് കൊണ്ടാണ് ബൗളിൽ നിന്ന് ഞാനത് വലുപ്പമുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. മൂന്നാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ആ ഉരച്ചിട്ട ഭാഗത്ത് ഗ്രീൻ കളറിൽ അതിൻ്റെ ഗ്രോത്ത് കാണുന്നില്ലേ? അത് ആ സീഡിൽ നിന്നും വരുന്ന ലീഫാണ് കേട്ടോ. അതുകൂടാതെ ആ വിത്തുകളെല്ലാതും ഒന്ന് വിണ്ടിട്ടുണ്ട്, നല്ലപോലെ കുതിർന്നിട്ട്. ഇത്രയും കട്ടിയുള്ള തോടായിരുന്നു, അത് കുതിർന്നിട്ട് വിണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ രാവിലെ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അന്ന് തന്നെ രാത്രി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഗ്രോത്ത് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് അന്ന് രാത്രിയിലത്തെ വീഡിയോയും ഞാൻ കാണിച്ചു തരാം. രാത്രി ആയപ്പോഴേക്കും സീഡിൻ്റെ ഉള്ളിലെ ആ പച്ച നിറത്തിൽ കണ്ടിരുന്ന ഒരു കുത്തു പോലെ കണ്ടിരുന്ന നമ്മുടെ ഗ്രോത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് നല്ല വ്യക്തമായിട്ട് തന്നെ അതിൻ്റെ ഗ്രീൻ കളർ കാണാനുണ്ട്. പുറത്തേക്ക് മുള വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വേഗമാണ് കേട്ടോ അതിൻ്റെ ഗ്രോത്ത്. വേഗം തന്നെ ഓരോ ദിവസം കൂടുമ്പോൾ തന്നെ അതിൻ്റെ ലീഫ് നല്ല നീളമായിട്ട് വരുന്നുണ്ടായിരുന്നു. ഇനി കാണാൻ പോകുന്നത് 2 ദിവസം കൂടി കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ലീഫ് നല്ല നീളത്തിൽ തന്നെ കാണാനുണ്ടല്ലേ. സീഡിൽ നിന്ന് അതിൻ്റെ ലീഫ് പുറത്തേക്ക് കണ്ടന്ന് തൊട്ട് വേഗം തന്നെ വളരുന്നുണ്ട് കേട്ടോ ലീഫ്. 2 ദിവസം കൂടുമ്പോൾ ഉള്ള വീഡിയോസാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഡെയിലിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരിക വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ നല്ല ലോങ് ആയി പോവും. ഒരു സീഡിൽ നിന്നും ഒരു ലീഫാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമുക്കൊന്ന് കാണാം. കണ്ടില്ലേ? ഇപ്പോൾ ഒരു ചെറുവിരലിൻ്റെ നീളത്തിൽ ലീഫ് ഉയർന്ന് നിൽക്കുന്നുണ്ട്. ബൗളിൽ നിന്നും ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയത് ഇതുകൊണ്ടാണ് കേട്ടോ. ബൗളിലാണെങ്കിൽ ഇത് വളർന്ന് നിലത്തേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. 4-5 ദിവസത്തിന് ശേഷമുള്ള വീഡിയോ ആണ് ഈ കാണുന്നത്. ഇപ്പോൾ അത് കോയിൻ ലീഫ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. ആ കുപ്പിയിൽ നിന്നും എടുത്തിട്ട് ഞാൻ ഒരു ട്രേയിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. കുപ്പിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു വലുപ്പത്തിൽ എത്തിയപ്പോഴാണ് ഞാനത് ട്രേയിലേക്ക് മാറ്റിയത്. ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് തന്നെ 1, 2, 3 ലീഫുകൾ നമുക്ക് കാണാൻ പറ്റും. കൂടാതെ നാര് പോലെ വൈറ്റ് നിറത്തിൽ ഈ കാണുന്നത് അതിൻ്റെ വേരാണ്. ഇതേപോലെ കോയിൻ ലീഫ് കണ്ടു തുടങ്ങിയിട്ട് സീഡിൽ നല്ലപോലെ വേരും കണ്ടു തുടങ്ങുമ്പോൾ മാത്രമാണ് നമ്മളത് മണ്ണിലേക്ക് വെക്കാൻ പാടുള്ളൂ.
കോയിൻ ലീഫും വേരും ഒന്നും വരാതെ നേരിട്ട് മണ്ണിലേക്ക് സീഡ് വെക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സീഡ് ഒരിക്കലും നന്നായി കിട്ടില്ല കേട്ടോ, അത് ചീഞ്ഞു പോവേ ഉള്ളൂ. ഈ ഒരു വലുപ്പമായി ഒരു 2-3 ഇല കൂടിയും വിരിഞ്ഞതിന് ശേഷം നമുക്കത് വെക്കാൻ പറ്റും. ഞാൻ വീടിൻ്റെ ടെറസിലാണ് എൻ്റെ താമരകളൊക്കെ വെച്ചിട്ടുള്ളത്. എനിക്കവിടെ തീരെ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ 2 പാത്രത്തിലായിട്ടാണ് ഈ സീഡുകളെല്ലാം വെച്ചിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് നല്ലോണം സ്ഥലം ഉണ്ടെങ്കിൽ ഓരോ സീഡ് ഓരോ പാത്രത്തിലായിട്ട് വെക്കാൻ ശ്രദ്ധിക്കണേ. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന സീഡിൻ്റെ അവസ്ഥ ഇതാണ്. എനിക്ക് നല്ലപോലെ ലീഫുകളൊക്കെ വന്നു. പക്ഷേ രാസവളത്തിൻ്റെ അളവ് കൂടിയിട്ടാവണം എൻ്റെ ഒരു പോട്ടിൽ മാത്രം ഇതേപോലെ പച്ച നിറത്തിൽ പതയൊക്കെ പൊന്തിയിട്ടാണ് ഉണ്ടായിരുന്നത്. താമരയിൽ രാസവളം ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, രാസവളം ഉപയോഗിക്കുമ്പോൾ ഒരളവിനും കൂടുതൽ ഇടരുത് കേട്ടോ. ഞാനന്ന് വെച്ച് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അതിനെ പറ്റിയിട്ടൊന്നും. ഞാനതൊക്കെ പോകാനായിട്ട് ഇത്തിരി അസോളൊക്കെ വാരിയിട്ട് അതിലിട്ട് നോക്കി. അപ്പോൾ അതിൻ്റെ പത പോകാന്നല്ലാണ്ട് പച്ച നിറമൊന്നും മാറി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ ആ വെള്ളം ചെരിച്ച് കളഞ്ഞ് ഓരോ ആഴ്ച കൂടുമ്പോൾ ഇതേപോലെ വെള്ളം മാറ്റി അവസാനം കുറേ നാളുകൾക്ക് ശേഷമാണ് എൻ്റെ ആ പച്ച നിറം ഒന്ന് മാറി കിട്ടിയത് കേട്ടോ. പിന്നീട് ഞാൻ വെക്കുന്ന താമരകളിലൊന്നും രാസവളം അങ്ങനെ ഉപയോഗിക്കാറില്ല. ചാണകപ്പൊടിയും മണ്ണും മാത്രമാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. എല്ലുപൊടി ഇടുന്നതും നല്ലതാണ് കേട്ടോ. ഞാൻ അന്ന് സീഡ് വെച്ചിട്ട് വളർന്നിട്ടുണ്ടായിരുന്ന എൻ്റെ താമരയാണ് നിങ്ങളവിടെ 2 പോട്ടിൽ കാണുന്നത്. ആ വലിയ ബ്ലൂ കളറിലുള്ള 2 പോട്ടിലും ആ സീഡ് വെച്ചിട്ടുള്ള എൻ്റെ താമരകളാണ്. അതിൽ വലിയ സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നു എന്ന് വെച്ചാലും ഇതുവരെയായിട്ടും ഈ ഒരു വർഷം കഴിഞ്ഞിട്ടും എനിക്ക് അതിലൊരു പൂ പോലും കിട്ടിയിട്ടില്ല കേട്ടോ. ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഞാൻ കുറേ ട്യൂബേഴ്സൊക്കെ മേടിച്ച് വെച്ച് പൂവുണ്ടായി, അത് കുറേ സെയിലും ചെയ്തു കേട്ടോ. സീഡ് മേടിച്ച് വെക്കുന്നതിനേലും ബെറ്ററായിട്ട് തോന്നിയത് എനിക്ക് ട്യൂബർ തന്നെയാണ്. താമരയുടെ സീഡ് വെച്ചിട്ടുണ്ടായിരുന്ന പോട്ടിൽ പൂവുണ്ടാവുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ബായ്.